പ്രത്യേകിച്ച് നമ്മുടെ കയ്യിൽ ഒരു പ്രോഡക്റ്റും ഇല്ലാതെ നമുക്ക് എങ്ങനെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ് ചെയ്യാം? അതായത് എൻ്റെ കയ്യിൽ ഞാനൊരു സാധനവും ഉൽപ്പാദിപ്പിക്കുന്നില്ല, പക്ഷേ എനിക്ക് എക്സ്പോർട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ട് ബിസിനസ് ചെയ്യണം. എങ്ങനെ ചെയ്യും? വളരെ സിമ്പിളാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു പ്രോഡക്റ്റ് സ്വന്തമായി ഇല്ല എങ്കിൽ നിങ്ങൾ ഭാഗ്യവാനാണ്. കാരണം നിങ്ങൾക്ക് എന്തും എക്സ്പോർട്ട് ചെയ്യാം. നിങ്ങൾ അതാത് രാജ്യങ്ങൾ ഏത് രാജ്യത്തേക്കാണോ കയറ്റി അയക്കാൻ ആഗ്രഹിക്കുന്നത് ആ രാജ്യത്ത് എന്താണ് ഡിമാൻഡ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. അവിടുത്തെ ബയറുമായി കണക്ട് ചെയ്യുക. നമുക്ക് അവർക്ക് ആവശ്യമുള്ള സാധനം ഇന്ത്യയിൽ, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ ഒരുപാട് മാനുഫാക്ചേഴ്സ് ഉണ്ട്. അവർ നമുക്ക് വേണ്ടി മാനുഫാക്ചർ ചെയ്ത് തരും. എന്ത് സാധനവും, നിങ്ങൾക്ക് ഡിറ്റർജൻറ്റ് വേണോ, നിങ്ങൾക്ക് പേപ്പർ കപ്പ് വേണോ, ടിഷ്യൂ പേപ്പർ വേണോ, നിങ്ങൾക്ക് ഈവൻ മെഡിസിൻസ് വേണോ, ഫാർമസ്യൂട്ടിക്കൽ ഐറ്റംസ് വേണോ, എന്തെങ്കിലും എക്യുപ്മെന്റ്സ് വേണോ, പ്ലാസ്റ്റിക് കപ്പ്, പ്ലാസ്റ്റിക് ഹൗസ് ഹോൾഡ് ഐറ്റംസ് വേണോ, ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടി മാനുഫാക്ചർ ചെയ്ത് നിങ്ങളുടെ ബ്രാൻഡ് നെയിമിൽ ഉണ്ടാക്കി തരും. വടക്കേ ഇന്ത്യയിൽ ഒരുപാട് യൂണിറ്റുകളുണ്ട്. വളരെ കുറഞ്ഞ ചെലവിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. അതിൻ്റെ എല്ലാ പേപ്പേഴ്സോടും കൂടി അവർ നിങ്ങളുടെ തരും. ഈ സാധനം അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുക, കാശ് വാങ്ങിക്കുക, വീണ്ടും എക്സ്പോർട്ട് ചെയ്യുക, കാശ് വാങ്ങിക്കുക. ഇത് മാത്രം ചെയ്താൽ മതി. പലപ്പോഴും പലരും പറയുന്ന മലയാളികൾ പലരും നമ്മളോട് ചോദിക്കുകയാണ്, എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ പറയുന്നതാണ്, ഞങ്ങൾ സ്പൈസ് എക്സ്പോർട്ട് ചെയ്യട്ടെ. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്പൈസ് തോട്ടമുണ്ടോ? ഇല്ല, തോട്ടമൊന്നുമില്ല. പക്ഷേ നമുക്ക് സ്പൈസ് ഇവിടുന്ന് അറേഞ്ച് ചെയ്യാം. ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ നിങ്ങളുടെ ബഡ്ജറ്റ് വളരെ ചെറുതാണെങ്കിൽ നിങ്ങൾ ഈ സ്പൈസിലൊന്നും പോയി കയറി പിടിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഒരു കണ്ടെയ്നർ എന്ന് പറയുന്നത് ഏകദേശം 25 ടൺ വരും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾ ഏലക്ക കയറ്റി അയക്കാനാണെങ്കിൽ ഏലക്കയുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് എന്താണ്, 25 ടണ്ണിന്റെ വില എന്താണ്? അത്രയും വലിയ ഒരു ബഡ്ജറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിൽ ആദ്യമേ പോയി ചാടി പിടിക്കാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരുപാട്, അതായത് ഒരു വളരെ കുറഞ്ഞ ചെലവിൽ നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാവുന്ന, കണ്ടെയ്നർ ടു കണ്ടെയ്നർ എക്സ്പോർട്ട് ചെയ്യാവുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട്. സോ ആ ഐറ്റങ്ങളിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ അതും ഓരോ രാജ്യത്തെ ഡിമാൻഡ് അനുസരിച്ച് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത്, കാരണം എൻ്റെ അനുഭവം വെച്ച് എൻ്റെ ബിസിനസ് വെച്ച് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ആഫ്രിക്കൻ കൺട്രീസ് ആണ്. എന്തുകൊണ്ട് ആഫ്രിക്കൻ കൺട്രീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആഫ്രിക്കൻ കൺട്രീസിൽ ഇന്ത്യൻ സാധനങ്ങൾക്ക് വലിയ ഡിമാൻഡാണ് ഉള്ളത്. മാത്രമല്ല ആഫ്രിക്കയിൽ ഞാൻ വളരെ നിസ്സാരമായിട്ടൊരു കാര്യം പറയാം. ഒരു ചെറിയ പാക്കറ്റ് ബിസ്ക്കറ്റ് നമ്മുടെ ഇവിടെ 5 രൂപയ്ക്കും 10 രൂപയ്ക്കും കിട്ടുന്ന ചെറിയ ബിസ്ക്കറ്റിന് അവിടെ വില 50 രൂപ മുതൽ 100 രൂപ വരെയാണ് ഇന്ത്യൻ മണിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. സോ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഉൽപ്പാദകരിൽ നിന്ന് വാങ്ങിക്കുന്ന പ്രോഡക്റ്റിന് അവിടെ കിട്ടുന്നത് വലിയ വിലയാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് അവിടെ പോയി ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതും വളരെ എളുപ്പമാണ്. ഇന്ത്യയിൽ തുടങ്ങുന്നതിനേക്കാളും ഒരുപക്ഷെ വളരെ എളുപ്പമാണ്. വളരെ പെട്ടെന്ന് കമ്പനി രജിസ്ട്രേഷൻ കിട്ടും. കാരണം അവർക്ക് ഇൻവെസ്റ്റേഴ്സിനെ വേണം, അവർക്ക് സാധനങ്ങൾ കിട്ടാനില്ല, അവർക്ക് ദാരിദ്ര്യമുണ്ട്, അവർക്ക് പ്രശ്നങ്ങളുണ്ട്, ഉൽപ്പാദനം ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ടാക്സ് ഹോളിഡേയ്സും അവർ തരുന്നുണ്ട്. അതായത് പുതിയ കമ്പനികൾ പല രാജ്യങ്ങളിലും, ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലും നമ്മൾ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്ര വർഷത്തേക്ക് 3 വർഷം മുതൽ 5 വർഷം മുതൽ, ചില രാജ്യങ്ങളിൽ 10 വർഷം വരെയൊക്കെ ടാക്സ് ഹോളിഡേ ആണ്. നിങ്ങൾ 1 രൂപ പോലും ടാക്സ് സർക്കാരിന് കൊടുക്കേണ്ട എന്ന് പറയുന്ന ഉൾപ്പെടെയുള്ള സിസ്റ്റമുണ്ട്. പിന്നെ നമ്മൾ വിചാരിക്കുന്നത് പോലെ വലിയ കോടികളൊന്നും വേണ്ട. ഇതിനൊക്കെ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ചെയ്യാവുന്ന ഓപ്പർച്യൂണിറ്റികളുള്ള രാജ്യങ്ങളാണ് പ്രത്യേകിച്ച് ആഫ്രിക്ക. Be a part of Dreampreneur community. Life never be the same again.